എന്തൊക്കെയുണ്ട് എന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എങ്ങനെ 2026 പുതുവർഷം എല്ലാവർക്കും എങ്ങനെയാണ് അടിച്ചു പൊളിച്ചാ? ഞാൻ അടിച്ചു പൊളിച്ചാല, ഞാൻ പേടിച്ചിട്ട് വീട്ടിൽ തന്നെ കിടന്നിറങ്ങിട്ടോ. ഉള്ള സത്യം പറയാലോ, ഞാൻ പുറത്തോട്ട് പോയില്ല. രാത്രി നേരത്തെ വീട്ടിലെത്തി, 7 മണിയാകുമ്പോൾ വീട്ടിലെത്തി. ഒന്നുമില്ല, പേടിച്ചിട്ടാണ്. ഇതിൻ്റെ മുമ്പത്തെ വർഷത്തെ ഒരു അനുഭവം അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് നേരത്തെ പോകുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് വീഡിയോസുകൾ കാണാം ഹാപ്പി ന്യൂ ഇയർ ആഘോഷം. എന്തായാലും നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇപ്പോൾ ഒക്കെ കാണാമല്ലോ അല്ലേ? വീട്ടിലിരുന്ന് നമുക്ക് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ കാണാൻ. കാരണം ടി വി ഉള്ളതുകൊണ്ട് പല ഭാഗത്തും പല കാര്യങ്ങളും നടക്കുന്നത്. അതുപോലെ പിന്നെ നമ്മുടെ കയ്യിലുള്ള ഈ സാധനം കൊണ്ട് നമുക്ക് ഇരുന്നിട്ട് ഒരുപാട് ഹാപ്പി ന്യൂ ഇയർ സെലിബ്രേഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് സെലിബ്രേഷൻസ് കണ്ടപ്പോൾ എനിക്കത് നിങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കണം തോന്നി. ഒന്ന് കാണിക്കാൻ കുറച്ച് വീഡിയോസ് കേട്ടോ. ഒന്ന് കണ്ടോക്കി നിങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും നോർത്ത് ഇന്ത്യൻ സൈഡ്, അതുപോലെ നമ്മുടെ എന്താണ് പറയുക ബാംഗ്ലൂരൊക്കെ എന്താണ് ന്യൂ ഇയർ ആഘോഷം. ഇപ്പോൾ നോക്കിയൊക്കെ നിങ്ങൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം സാധനം അടിച്ച് ഫിറ്റായി. സാധനമാണോ ഇനി വേറെ എന്തെങ്കിലും ഗുണ്ടാവണ്ടിയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ കാറ് ഒന്ന് തിരിക്കാൻ പ്രയാസപ്പെടുന്നതേ. ഇതിപ്പോൾ MVD കാണുകയാണെന്ന് വെച്ചാൽ അപ്പോൾ ലൈസൻസ് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പ്രയാസപ്പെട്ട കാർ അവിടെ നിന്ന് എടുത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനം കൊണ്ട് ഓടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ എങ്ങോട്ടാണ് പോകുന്നത് കാറിനും അറിയില്ല, ഓടിക്കുന്ന ആൾക്കും അറിയുന്നില്ല. വല്ലാത്ത ജാതി പോയി. എന്തായാലും കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നാട്ടിലെ ഹാപ്പി ന്യൂ ഇയർ ആഘോഷങ്ങളിൽ പെട്ടാണ്. അതായത് മാരകമായിട്ടുള്ള ലഹരികളായിട്ടുള്ള MDMA പോലത്തെ മാരകമായിട്ടുള്ള ലഹരികളാണ് ഇന്ന് യുവാക്കളും യുവതികളൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ വളർന്നു വന്ന കാലഘട്ടമൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അന്നിപ്പോൾ ഏറി വന്നു കഴിഞ്ഞാൽ ആളുകളൊന്ന് അടിക്കാൻ വേണ്ടി പോകും. 2 അടിച്ചാൽ അവിടെ സൈഡായി കൊടുക്കുള്ളൂ. ഇത് അതല്ല. ഇത് പാമ്പ് കിടന്ന് കളിക്കണ മാതിരി കിടന്ന് കളിക്കും. അജാതി സാധനമാണ് ഇപ്പോൾ ഈ MDMA, സിന്തറ്റിക് ലഹരി എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇനി വരുന്ന തലമുറകളൊക്കെ ഫുള്ള് ഏകദേശം ഇതിനൊക്കെ അഡിക്റ്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ കാണുന്ന ഓരോ വീഡിയോസിലും നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ പല വീഡിയോസും കാണുന്നുണ്ട് അല്ലേ? അതിലൊക്കെ ഇതുപോലത്തെ തിരി കമ്പി മത്താപ്പൂ ആ സാധനങ്ങളാണ് കംപ്ലീറ്റ് കിടന്നിങ്ങനെ കത്ത് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോസ് കാണാം. അടിച്ച് പൂക്കുറ്റിയായിട്ട് കെടുക്കണാണ്. ഒരു ബോധമില്ല. ഒരു ബോധം എന്ന് പറഞ്ഞാൽ ബോധമല്ല. പക്ഷേ ഈ വീഡിയോസ് എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇതിൽ കുറച്ച് വൾഗറായിട്ടുള്ള സീനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതവിടെ ആ ഭാഗം ഞാനൊന്ന് ബ്ലർ ചെയ്യാം. കാരണം അങ്ങനെയാണ് അതിൻ്റെ രീതി. അടിച്ച് പൂക്കുറ്റിയായിട്ട് വീണിടം വിഷ്ണുലോകം എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇതേ കിടക്കണം അമ്മാവനും അമ്മായി. അല്ലോ എന്താല്ലേ എജ്ജാതി ഉറക്കം ഉറങ്ങുന്നത് നോക്കിയോ നിങ്ങൾ. വീൽ ചെയർമാനാണ്, അപ്പോൾ നടക്കാനും വയ്യാതെ തോന്നുന്നുണ്ട്. ഇതിപ്പോൾ വിദേശത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. നിസ്കാരം സുജൂദിൽക്കാണ്ട് പോയിട്ട് നീരാൻ വയ്യ കേട്ടോ. വല്ലാത്ത ജാതി കണ്ടോ. മറ്റവൻ അതിൻ്റെ അപ്പുറത്ത് കമ്പി വന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവനക്ക് ഇനി വേറൊന്നും പറയാനല്ല അവനക്ക്. വിചാരിക്കുന്നു ഓളാണിച്ച സുജൂദിൽക്കാണ്ട് പോയിട്ട് നീരാൻ വയ്യ. ഇങ്ങനെയല്ല മോളെ സുജൂദിക്ക് പോവുക. ഇവരുടെ നാട്ടിലൊക്കെ കാലിങ്ങനെ നീട്ടി പിടിച്ചിട്ടാണ് തോന്നിട്ടോ സുജൂദിക്ക് പോവുക. ഇവളിപ്പോൾ പടിഞ്ഞാട്ടിൽ നിന്ന് കിഴക്കോട്ടാണ് സുജൂദിക്കുന്നത്. വല്ലാത്ത ജാതി. ഇവനെന്തോ പെറുക്കാൻ വേണ്ടി പോയതാ. പിന്നെ അവിടുന്ന് അവനക്ക് നീരാൻ പറ്റിയില്ല. ആ പെറുക്കൽ അങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതെങ്ങനെ ഇപ്പോൾ ഇതിങ്ങനെ നിൽക്കണമെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഇപ്പോൾ നിങ്ങൾ അടുത്ത് കണ്ടോളി. അടുത്ത് ഇതാ. ഇതിപ്പോൾ ഒരാളെ ഞാനില്ല. വല്ലാത്ത ജാതി. ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. 25-ന് 26-ക്ക് കിടക്കുമ്പോൾ 26 മൊത്തം ഇങ്ങനെ ആവുമെന്നാ തോന്നുന്നത്. ഈ കെടുത്തും അല്ല, അത് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ബോധമുണ്ട് കേട്ടോ, ജീവനുണ്ട്, മതി. ഇപ്പം എന്താ സംഭവം, വാങ്ങിച്ച സാധനം വിൽക്കാൻ നോക്കിയതാണ്, പൊന്തുന്നില്ല. ഒന്നാണ് കുമ്പിട്ട് നോക്കുമ്പോഴേ പിന്നെ അതാണ് പൊന്തിച്ചിട്ട് പൊന്തുന്നില്ല. ഇതേതോ വിദേശ രാജ്യം കേട്ടോ. എന്ത് സാധനമാണ് അടിച്ചു കയറ്റിക്കണമെന്ന് വെച്ചാൽ അറിയില്ല. നിങ്ങൾ വിളിക്കേണ്ട നീരൂല. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞിട്ടേ നീരുള്ളൂ. എല്ലാവരും വെൻ്റായിട്ടാണല്ലോ നിൽക്കുന്നത്. ഇത് എന്ത് സാധനമൊക്കെ അടിച്ചിരുന്നത്. എന്തായാലും നല്ല ചേലും ചൊറുക്കൊണ്ട് കാണാൻ. തലയില്ലേ ഇവർക്ക്? തലയില്ലേ? അന്ന് അധികം നീർ നിൽക്കാൻ വയ്യാത്ത സാധനം അവരടിച്ചിരുന്നു കേട്ടോ. അതെന്താ അതിൻ്റെ പേരാണാവോ? എന്നിട്ട് അവിടെ ഒരാൾ കെടുക്കണേ. എന്താ സുഖം, ഒന്നും വേണ്ട. ഇതാണ് ശരിക്ക് ന്യൂ ഇയർ ആഘോഷം സെലിബ്രേഷൻ. ഇത് ചെങ്ങായി അടിച്ചാലോ നടന്ന് വീടെടുത്തോണ്ടിരിക്കും. ഇതും കുമ്പിട്ടിക്കണ ലെവലാട്ടോ. കാരണം നീരാൻ വയ്യാത്ത എന്തോ സാധനമാണ് ഇവരടിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് നീരില്ല, മാക്സിമം അത്രേ. മറ്റാൾ സുജൂതിൽ തന്നെ കേട്ടോ. ഇത് രാത്രി നിസ്കരിക്കുന്ന സ്ഥലമുണ്ട്. തീർന്നാലും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരം വിട്ടിരുന്നത്. വല്ലാത്ത കാര്യം. എന്താണ് പാലക്കാട്ട് ഞാൻ പറഞ്ഞ എന്താണ്ടപ്പം എങ്ങനെ എന്താണ് അവസ്ഥ. ഇനി നമുക്ക് അടുത്തത് കാണാം. നമ്മളെ നാട്ടിലില്ല നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. നമ്മുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസം
കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ തന്നെ ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട് ചുക്കാൻ പിടിച്ചിട്ട്. ഞങ്ങനത്തെ ഒരു ചെറിയൊരു വാർത്ത നമുക്കൊന്ന് കാണാം. നമ്മുടെ നാട്ടിലില്ല, അതൊക്കെ വിദേശത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ആരും കമന്റോട് വരണ്ട. തിരുവനന്തപുരം കഠിനംകുളത്ത് പുതുവത്സരാഘോഷത്തിനിടെ മയക്കുമരുന്നുമായി വനിതാ ഡോക്ടർ അടങ്ങുന്ന 7 സംഘം പോലീസിന്റെ പിടിയിലായി. MDMAയും ഹൈബ്രിഡ് കഞ്ചാവുമാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. തിരുവനന്തപുരം പാലോട് സ്വദേശിനി 37-കാരി അൻസിയ, കൊല്ലം കൊട്ടാരക്കര സ്വദേശിനിയും ഡെന്റൽ വിദ്യാർത്ഥിയുമായ 27 വയസ്സുള്ള ഹലീന, നെടുമങ്ങാട് മണ്ണൂർക്കോണം സ്വദേശി 29-കാരൻ അസീം, കൊല്ലം ആയൂർ സ്വദേശി 29 വയസ്സുള്ള അവിനാഷ്, തൊളിക്കോട് സ്വദേശി 30-കാരൻ അജിത്, തിരുവനന്തപുരം അട്ടക്കുളങ്ങര സ്വദേശിയും MBBS ഡോക്ടറുമായ 34 വയസ്സുള്ള ദത്തൻ, കൊല്ലം ഇളമാട് സ്വദേശി ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീൽമാരും ഒക്കെ ഉണ്ട് ഈ വക കേസൊക്കെ. നമ്മൾ മാത്രമാണ് ഇപ്പം ഇതിലൊന്നും ഇല്ലാത്തത്. പഠിച്ചോ കാത്താ എന്താ നിർത്തലേ. കല്യാണത്തിന് വിളിച്ചിട്ട് വന്നമാരിയൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ. പിന്നാലെ പോലീസും കേസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച വെളുപ്പിനാണ് പ്രതികളെ പിടികൂടിയത്. സംഘത്തിലെ അസീം, അജിത്ത്, അൻസിയ എന്നിവർ മുൻപ് നിരവധി ലഹരി കേസുകളിൽ പ്രതികളാണ്. ഇവരാണ് ബംഗളൂരിൽ നിന്നും MDMAയും മറ്റും കടത്തിക്കൊണ്ടുവന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും വിൽപ്പന നടത്തുന്നത്. ചെറുപ്പം വയസ്സാണ്, അതാ രസം. 29, 30, 32 വയസ്സ്. പോലീസ് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ജീപ്പിൽ കാറിടിച്ച ശേഷം സംഘം കടന്നുകളയുകയായിരുന്നു. തുടർന്ന് കണിയാപുരം ഭാഗത്തുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘം വീട് വളഞ്ഞ് വലയിലാക്കിയത്. ഇവരിൽ നിന്നും കാറുകളും 10 മൊബൈൽ ഫോണുകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതികളെ കഠിനംകുളം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കൊക്കെയാണ് വിൽപ്പന നടത്തുന്നത്. ഡോക്ടർമാരുണ്ട്. ഓസ്റ്റിൻ, ഫയാസ്, ഗ്രേഡ് SIമാരായ സതികുമാർ, അനൂപ്, സീനിയർ CPOമാരായ ഉമേഷ് ബാബു, അനീഷ്, അഖിൽ, രാജേഷ്, രാജീവ്, റിയാസ്, ഷിജു, നന്ദു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് വിദേശത്തേക്ക് പഠിക്കാനൊക്കെ അയച്ച് വിദേശത്ത് പോയി പഠിപ്പൊക്കെ കഴിഞ്ഞ് ഡിഗ്രിയുടെ മേലത്തെ വിലക്കമത്തെ ഡിഗ്രി ഒക്കെ കൂടെ എടുത്ത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഇടപാട് ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഈ നാടിന്റെ പോക്ക് ഇങ്ങോട്ടാണെന്ന് മനസ്സിലാവാത്തത്. കഷ്ടം. ഇപ്പം ഇതൊന്നും ഉണ്ടാക്കാൻ നിങ്ങൾ അതൊക്കെ അവിടെ കട്ടെ. എന്തായാലും വലിയ രസം. വീണിട്ട് പൊന്തേന്നിട്ട് നീക്കാൻ വയ്യ. ആർക്കും ഇതൊക്കെ ഫംഗ്ഷന് പാർട്ടി സെലിബ്രേഷൻ ആഘോഷത്തിന് വേണ്ടി പോയത്. അതേ കിടക്കണം അമ്മായി. നീക്കണ്ട അവിടെ തന്നെ കിടന്നോളൂ. നമുക്ക് നാളെ നോക്കാം. ഇന്ന് ഇനിയിപ്പോ ഏതായാലും നടക്കൂല. വേണ്ടാന്ന് പറഞ്ഞില്ല ഞാൻ അവിടെ കിടന്നോളേ. നീക്കണ്ടേ. ഇപ്പൊ എന്താ ഫോട്ടോ എടുത്തേ ചങ്ങായിണ്ട്. അതെങ്ങനെങ്കിലും കിടന്ന് നീന്തിക്കോട്ടെ. വെള്ളത്തിൽ നീന്താതെ കരക്ക് നീന്താൻ പഠിക്കുന്നുള്ള ആ ഒരു പരിശ്രമത്തിലാണ്. അതിന്റെ ഒരു ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ആരും ഒന്നും വെച്ചിട്ടും കാര്യമില്ല. ഞാനില്ല, ഞാൻ മണിയച്ചു. ആ വിൽക്കാൻ വന്നോള് ഒന്നുകൂടി പെർഫെക്റ്റാന്നാ വിചാരിച്ചു. നോക്കുമ്പോൾ അതേ കിടക്കുന്ന അമ്മായി അതിനേക്കാളാണ് വെളിച്ച ഓട് പിടിവിട്ട് വീണുള്ളതാണ്. വല്ലാത്ത ജാതി അവസ്ഥ. എന്തപ്പോ ഒന്നും പറയല്ല. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലിപ്പോ സെലിബ്രേഷൻ ആഘോഷമായിട്ട് നടക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതലൊക്കെ വീഡിയോസ് കിട്ടിയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഞാനിതിനെ കൂടുതൽ കാണാൻ നിന്നിട്ടില്ല. ഞാൻ കിട്ടിയ വീഡിയോസ് വെച്ചിട്ട് അത് 4 ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാതെ നമ്മളെ അഭിപ്രായം പറയല വെച്ചിട്ട് വന്നാണ്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആ മറ്റേ എന്താ പറയുക ഹൈപ്പിന്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് വെറുതെ ടച്ച് ചെയ്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.